2018 മെയ് 9. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമായിരുന്നു ഞങ്ങളുടെ വിവാഹം. 3 വർഷം സ്നേഹിച്ച പെണ്ണ് തേച്ചൊട്ടിച്ചതിന്റെ ദേഷ്യത്തിലും സങ്കടത്തിലും ഇനിയൊരു പെണ്ണ് തന്റെ ജീവിതത്തിൽ നിന്ന് ഉറപ്പിച്ചിരുന്ന ഞാൻ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അർജുൻ എന്ന ഞാൻ മീരയുടെ കഴുത്തിൽ താലി ചാർത്തിയ ദിവസം. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ട ശപിച്ച ദിവസം. പെണ്ണ് കാണാൻ ചെന്ന ദിവസം അവളുടെ മുഖത്ത് ഞാൻ കണ്ട അതിശയവും കല്യാണ ദിവസത്തിൽ അവളിൽ തെളിഞ്ഞുന്ന സന്തോഷവും ഇന്നും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. ഇന്നലകളിൽ എന്ന പോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള പല ദിവസങ്ങളിലും അവൾ എന്നെ വിളിച്ചിരുന്നു. എന്തൊക്കെയോ പറയുമായിരുന്നു. എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം മുഴുകിയിരുന്നു. ഒരിക്കൽ പോലും അവളെ അങ്ങോട്ട് വിളിക്കുകയോ വിശേഷങ്ങൾ തിരക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. അതിലൊരിക്കലും അവൾ പരിഭവം പറയുകയും ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ സെറ്റ് സാരിയും എടുത്ത് നെറുകയിൽ ഞാൻ ചാർത്തിയ സിന്ദൂരവും കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയും അണിഞ്ഞ ഒരു ഗ്ലാസ് പാലുമായി മുറിയിലേക്ക് വന്ന അവളെ ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ നോക്കി നിന്ന് പോയിരുന്നു. എന്നാൽ പെട്ടെന്ന് ശ്യാമയുടെ മുഖം ഓർമ്മ വന്നു. മനസ്സിൽ വെറുപ്പും പകയും കത്തിയെറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. നല്ല ക്ഷീണം കാണും, കിടന്നോളൂ എന്നൊരൊറ്റ വാക്കിൽ അന്നത്തെ സംഭാഷണമെല്ലാം അവസാനിപ്പിച്ച് ഞാൻ കിടക്കയിലേക്ക് ചാഞ്ഞു. ഉറക്കത്തിനെന്ന പോലെ കണ്ണടക്കുന്ന നിമിഷം ഞാൻ കണ്ടിരുന്നു എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ചു വന്ന അവളുടെ കണ്ണുകളിലെ നിരാശ. എന്നാൽ മറുത്തൊന്നും പറയാതെ ലേറ്റ് അണച്ച അവൾ എൻ്റെ അടുത്തായി വന്ന് കിടന്നു. ശ്യാമ, ഇങ്ങനെയൊരു നിമിഷത്തിൽ എൻ്റേത് മാത്രമായി മാറണമെന്ന് ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണ്. 3 വർഷം ഞാൻ ജീവന തുല്യം സ്നേഹിച്ചവൾ, എൻ്റെ എല്ലാമായി മാറിയവൾ. എൻ്റെ മാതാപിതാക്കളെക്കാളേറെ എന്നേക്കാളേറെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഉറ്റ സുഹൃത്തിൻ്റെ കല്യാണ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. വധുവിൻ്റെ ഒപ്പം ചിരിച്ചും കളിച്ചും നിന്നവൾ. വലിയ സുന്ദരിയൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ പ്രത്യേകതകൾ അവളിൽ ഞാൻ കണ്ടു. പ്രണയമെന്ന വികാരം ആദ്യമായി എന്നിൽ ഉടലെടുത്ത നിമിഷങ്ങൾ. ഒരു യന്ത്രത്തെ പോലെ അവളുടെ പുറകിൽ നടന്ന ദിവസം. ആരാണ് അവളെന്നറിയ അവനോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, അത് അവളുടെ കൂട്ടുകാരിയെന്നവൻ പറഞ്ഞപ്പോൾ ഇതുവരെ ഒരു പെണ്ണിനോട് മര്യാദക്കൊന്നും സംസാരിച്ചിട്ട് പോലുമില്ലാത്ത ഞാൻ കൂട്ടുകാരൻ കിട്ടിയ പെണ്ണിനോട് പോയി ചോദിച്ചു, എന്താ മോനെ, ചുറ്റിക്കളി വല്ലതും ആണോ? നേരം പോക്കിന് വേണ്ടിയാണോ അതോ? ഏയ് അല്ല, എന്തോ കണ്ടപ്പോൾ മുതലൊരാഗ്രഹം. ആരാണെന്നറിയാം, ഒന്ന് സംസാരിക്കാം. പിന്നെ ടൈം പാസിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അല്ല, കെട്ടാനാണെന്ന് ചോദിച്ചാൽ അതറിയില്ല. അതിന് മറുപടിയായി പെണ്ണൊന്ന് ഇരുത്തി മൂളി. ഇനി അവിടെ നിൽക്കേണ്ടെന്ന് മനസ്സ് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന്നു. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞിട്ടും അവളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് മുഴുവൻ. അവളെക്കുറിച്ചറിയാനും അവളോട് സംസാരിക്കാനും മനസ്സ് വല്ലാത്ത തുടികൂട്ടുന്ന പോലെ. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം. അതുമൂലം അന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാതെ മുറിയിൽ തന്നെ ഇരുന്നു. അമ്മയുടെ നിർബന്ധം കാരണം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി കിടക്കാനായി തുടങ്ങിയപ്പോഴായിരുന്നു ഫോണിലേക്ക് ഒരു മെസ്സേജ്. ഹായ്. നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പർ. DP-യുമില്ല. തിരിച്ചയച്ചു. ആരാ? മനസ്സിലായില്ലേ? എനിക്കെങ്ങനെയാ മനസ്സിലാവുക? നീ ആരാണെന്ന് പറയുക. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. അത് കേട്ടത് തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള റിപ്ലൈ കുറച്ച് കടുപ്പത്തിൽ തന്നെ ആയിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ആരാന്നുള്ളത് തെളിച്ചു പറയണം, അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകണം. അല്ലാതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട് ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. ഇന്നലെ കണ്ടു, മിനിഞ്ഞാന്ന് കണ്ടു എന്നും പറഞ്ഞു. മെസ്സേജിന് കുറച്ചുകൂടി ഗൗരവം വരുത്താൻ 2 കലിപ്പിന് ഇമോജി കൂടി ചേർത്തു. തിരിച്ച് മെസ്സേജ് ഒന്നും വരാതിരുന്നപ്പോൾ ഫോൺ കിടക്കയിലേക്കിട്ട് കിടന്നു. അപ്പോൾ ദാ വരുന്ന അടുത്ത മെസ്സേജ്. ഇവനും മതിയായില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മെസ്സേജ് എടുത്ത് നോക്കിയതും ഒരു നിമിഷത്തേക്ക് എൻ്റെ തലയിലെ കിളികളെല്ലാം കൂടും കുടുക്കിയെടുത്ത് സ്ഥലം വിട്ടു. പോയ കിളികൾ തിരിച്ചെത്തിയതും ശിവനെയെന്നും പറഞ്ഞ് ഞാൻ കിടക്കയിലേക്കിരുന്നു. അതൊരു ഫോട്ടോയായിരുന്നു. വിവാഹത്തിൻ്റെ അന്ന് അവളുടെ പിന്നിൽ നിന്ന് അവളിലേക്ക് ഞാൻ നോക്കുന്ന ഫോട്ടോ. പിന്നീടുള്ള 3 വർഷങ്ങൾ ഞങ്ങളുടേതായിരുന്നു. പരസ്പരം വഴക്കുണ്ടാക്കിയും പിണങ്ങിയും ഇണങ്ങിയും ഞങ്ങൾ മതിമറന്ന് പ്രണയിച്ചു. അവൾ എൻ്റേതാവുന്ന നിമിഷത്തിനായി ഞാൻ കാത്തിരുന്നു. പല ദിവസങ്ങളിൽ അവളുടേത് മാത്രമാവാൻ എന്നെ അവൾ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഞാനായി ഒഴിഞ്ഞു മാറി. ആഗ്രഹമില്ലാതിരുന്നിട്ടല്ല, സ്വയം നിയന്ത്രിച്ചതാണ്. തൻ്റെ പേരെഴുതിയ ഒരു താലി അവളുടെ കഴുത്തിലണിച്ചതിന് ശേഷം മാത്രമേ അവളെ പൂർണ്ണമായും തൻ്റേതാക്കൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഞാൻ അറിഞ്ഞു ശ്യാമയ്ക്ക് എന്നോടുള്ള അകൽച്ച. പലപ്പോഴായി ഞാൻ തിരക്കിയെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. പിന്നീട് ഞാൻ അറിയുന്നത് അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന വാർത്തയായിരുന്നു. ഞാൻ ഏറ്റവും തകർന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷെ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂലെന്ന വാർത്ത വിശ്വസിക്കാൻ എനിക്കായില്ല. നേരിട്ട് കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോവാറുള്ള ഇടം തന്നെ തിരഞ്ഞെടുത്തു. അങ്ങോട്ടുള്ള യാത്രയിൽ അവളുടെ സമ്മതത്തോട് ആവരുതയാ നിശ്ചയം കഴിഞ്ഞെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ശ്യാമയോടെ എത്തിയിരുന്നു. എന്നാൽ അവളിൽ നിന്നറിഞ്ഞവെല്ലാം കേട്ട് ഒരു ശില കണക്കെ നിൽക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു. മര്യാദക്കൊന്ന് കെട്ടിപ്പിടിക്കാത്ത, ഒരു വിരൽ കൊണ്ടുപോലും എന്നെ സ്പർശിക്കാൻ ആഗ്രഹിക്കാത്ത നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടുക? എത്ര തവണ നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി അകൽച്ച കാണിച്ചു.
ഞാനൊരു മനുഷ്യജന്മം തന്നെയാണ്. എനിക്കും വികാരങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പെരുമാറാത്തൊരു മനുഷ്യനെ എനിക്ക് വേണ്ട. മനുഷ്യനാണെന്നുപോലെ എനിക്ക് സംശയം. മനുഷ്യനായിരുന്നെങ്കിൽ... പിന്നെയൊന്നും പറയാൻ അവൾ മുതിർന്നില്ല. തിരിഞ്ഞു നടന്നപ്പോൾ അവസാനമായി ഒന്നുകൂടെ പറഞ്ഞു, ഇനി എന്നെ വിളിക്കരുത്, മെസ്സേജ് അയക്കരുത്, എന്റെ യുവാത്തിന് പോലും വന്നു പോകരുത്. ഈ മുഖം ഇനി ഒരിക്കൽ പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പിന്നീട് ഞാൻ ഒന്നുകൂടെ അറിഞ്ഞു, ശാരീരിക സുഖത്തേക്കാൾ എന്നിൽ നിന്ന് അവളെ അകറ്റിയത് സാമ്പത്തികമുള്ള ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന വിവാഹാലോചനയായിരുന്നു എന്ന്. പിന്നീടുള്ള ഓരോ ദിവസവും മുറിക്കുള്ളിൽ മാത്രമായി ഞാൻ ഒതുങ്ങി. പല സമയങ്ങളിൽ ഇരച്ചു വന്ന ദേഷ്യത്തിൽ കയ്യിൽ കിട്ടുന്നെല്ലാം വലിച്ചെറിഞ്ഞ് അലറിക്കരഞ്ഞു. അവസാനം മാനസിക നില തെറ്റുമെന്നായപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിധി അതിലും എന്നെ കോമാളിയാക്കി. ഇതെല്ലാം കണ്ട് അച്ഛനും അമ്മയും തളർന്നിരുന്നു. പിന്നീട് സൈക്കാട്രിസ്റ്റിൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും സഹായത്തോടെ തിരിച്ചു വന്നു. എന്നാൽ ശ്യാമയോടുള്ള എൻ്റെ സ്നേഹം വെറുപ്പിലേക്ക് മാറിയിരുന്നു. അവളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷങ്ങളിലെല്ലാം മനസ്സിൽ വെറുപ്പും പകയും മാത്രം നിറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് മീരയുടെ ആലോചനയുമായി അച്ഛനും അമ്മയും വരുന്നത്. എതിർത്തു ഒത്തിരി തവണ. അവസാനം സമ്മതിക്കേണ്ടി വന്നു. പിന്നീടുള്ള ഓരോ ദിവസം അവളൊരു യഥാർത്ഥ ഭാര്യയായി മാറി. അമ്മയോടൊപ്പം അടുക്കളക്കാര്യത്തിലും അച്ഛൻ്റെ ഒപ്പം കുടുംബകാര്യത്തിലും ശ്രദ്ധിച്ച് അവളൊരു യഥാർത്ഥ കുടുംബിനിയായി. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളെ കണ്ടിരുന്നില്ല. ഒരു തരത്തിൽ അവൾ അംഗീകരിച്ചില്ല. എന്നാൽ പല കാര്യത്തിലും ഓരോ കാരണങ്ങളുണ്ടാക്കി വഴക്കിട്ടു, തല്ലി. അപ്പോഴെല്ലാം എൻ്റെ ചിന്തയിൽ അവൾ മാത്രമായിരുന്നു, എന്നെ ഉപേക്ഷിച്ചു പോയ ശ്യാമ. എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ പൊരുത്തക്കേടുകളോ അമ്മയെയും അച്ഛനെയും അവൾ അറിയിച്ചില്ല. പല രാത്രികളിൽ അവളുടെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ യാതൊരു വ്യത്യാസവും എനിക്കുണ്ടായില്ല. പക്ഷേ മീര എന്നെ സ്നേഹിക്കുക മാത്രം ചെയ്തു. മിക്ക ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്നയുടൻ ഞാൻ കൂട്ടുകാർക്കരികിലേക്ക് പോകും. എന്നാൽ ഒരു ദിവസം എന്നത്തെയും പോലെ സുഹൃത്തുക്കളുടെ കൂടെയുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഒത്തിരി വൈകി വീട്ടിലെത്തി എന്നെയും കാത്ത് മീര ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവളെ കണ്ടില്ലെന്നടിച്ച് ഞാൻ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് ഓർത്ത് അമ്മയും അച്ഛനും കൂടി വൈകിട്ട് തറവാട്ടിലേക്ക് പോകുമെന്ന കാര്യം പറഞ്ഞിരുന്നത്. തിരിച്ചു വന്ന ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അവൾ ഉമ്മറത്ത് തന്നെയായിരുന്നു. എല്ലാ ദിവസവും മീരയാണ് വിളമ്പിത്തരാറ്. ഞാൻ തന്നെ വിളമ്പി കഴിച്ചതിന് ശേഷം മുറിയിൽ ചെന്ന് കിടന്നു. കുറേ നേരമായിട്ട് മീരയെ കാണാതായപ്പോൾ ഉമ്മറത്തേക്ക് ചെന്ന് നോക്കി. എന്തോ ആലോചിച്ച് ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ തോളിലായി കൈവച്ചു. ഞെട്ടിത്തരിച്ച് അവൾ എന്നെ നോക്കി. കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു. കിടക്കാൻ വായെന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞിടന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു, അജുവേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവളുടെ ശബ്ദമിടറുന്നതായി ഞാൻ അറിഞ്ഞു. എനിക്ക് ഇനിയും വയ്യ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ. അമ്മയും അച്ഛനും ഇന്നുവരെ എന്നെ സ്വന്തം മോളെ പോലെ കണ്ടിട്ടുള്ളൂ. ഞാനും സ്വന്തം മാതാപിതാക്കളെ പോലെയാണ് അവരെയും കാണുന്നു. പക്ഷെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തേക്കാളേറെ അവളുടെ ഭർത്താവിൻ്റെ സ്നേഹവും കരുതലുമാണ് ആവശ്യം. 1 വർഷമാവും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇത്രയും നാളായിട്ട് ഏട്ടൻ എന്നെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. സ്നേഹത്തോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ കിട്ടിയത് വഴക്കും തള്ളും മാത്രം. ഞാൻ പോവാൻ നാളെ തിരിച്ച് വീട്ടിലേക്ക്. പെട്ടെന്ന് ഉള്ളൊന്ന് വിങ്ങിയതുപോലെ എനിക്ക് തോന്നി. ഏട്ടനിപ്പോഴും ശ്യാമയാണ് ഇഷ്ടം അല്ലേ? അത് കേട്ടതൊരു അന്താളിപ്പോടെ ഞാൻ മീരയെ നോക്കി. എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? അറിയാം, എല്ലാം അറിയാം. ഏട്ടനറിയോ, ശ്യാമയെ ഏട്ടൻ സ്നേഹിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചു തുടങ്ങിയതാ ഞാൻ ഏട്ടനെ. ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. 9 വർഷം പുറകോട്ട് പോകണം. സുധാകരൻ എന്ന പേരിൽ ഒരാളുടെ വീടിൻ്റെ പാലുകാച്ചലിന് വന്ന് അന്ന് കണ്ടതാ ഏട്ടനെ ഞാൻ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏട്ടൻ ശ്യാമയെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് 2 വർഷം മുമ്പ്. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന ഒരു തരം അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ, അത്രയും ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഏട്ടനോട് എനിക്ക് അട്രാക്ഷൻ അല്ല, അതിനുമപ്പുറം സ്നേഹം, പ്രണയം എന്നീ പേരിട്ട് വിളിക്കാവുന്ന എന്തോ ആണെന്ന്. അങ്ങനെ കുറേ തിരക്കി അന്വേഷിച്ച് അവസാനം ഞാൻ ഈ വീട് കണ്ടെത്തി. അങ്ങനെയാ എൻ്റെ ഡിഗ്രിക്ക് ഞാനിവിടെ അടുത്തുള്ള കോളേജിൽ ചേർന്ന്. ഒത്തിരി തവണ ഈ വീടിൻ്റെ മുന്നിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഏട്ടനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയണമെന്നുണ്ടായിരുന്നു. ഒത്തിരി തവണ മുതിർന്നതുവാ. പക്ഷേ അപ്പോഴേക്കും എന്തോ ഒരു ധൈര്യക്കുറവ് മനസ്സിൽ കൊണ്ടുനടന്ന് കുറേ നാൾ. പക്ഷേ ഒത്തിരി വൈകിരുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഡിഗ്രി അവസാന വർഷമാണ് ഞാൻ അറിയുന്നത് 3 വർഷമായിട്ട് ഏട്ടൻ വേറെ പെണ്ണായിട്ട് അടുപ്പത്തിലാണെന്നുള്ള കാര്യം. ഞാൻ തകർന്നു പോയി. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ വാർത്ത. പിന്നീട് കുറേ നാൾ എൻ്റെ മുറിക്കകത്ത് മാത്രം, ആരെയും കാണാതെ, ആരോടുമൊന്നും മിണ്ടാതെ, ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ മോഹിച്ചത് എൻ്റെ സ്വന്തമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ച് വേറൊരാളുടെ സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ പറ്റിയില്ല, പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചങ്ക് പൊടിയെന്ന് കണ്ടപ്പോൾ അവർക്ക് വേണ്ടിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് തോന്നി. 2 വർഷം എടുത്തു തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ. ഒരിക്കലും ഏട്ടൻ എനിക്ക് സ്വന്തമാവില്ലെന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചു. ആദ്യമൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണാലോചനകൾ വരിവരിയായി വരാൻ തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ എനിക്കായില്ല. എതിർത്തു ഒത്തിരി തവണ. പക്ഷേ മകളുടെ കല്യാണം കാണാൻ അവൾ സന്തോഷമായി ജീവിക്കുന്നതാണ് അവർക്കും ആഗ്രഹം കാണില്ലേ?
അങ്ങനെ ഏകദേശം 1 വർഷത്തിനൊടുവിൽ അവിടെ യാചനകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെയാ ഏട്ടൻ്റെ വിവാഹാലോചന വന്ന്. ഏട്ടൻ എന്നെ കാണാൻ വന്ന ദിവസം പിന്നീട് അന്വേഷിച്ചു എന്താ നടന്നതെന്ന്. അങ്ങനെ ഞാൻ എല്ലാം അറിഞ്ഞു. ഏട്ടനറിയോ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് എന്തിനാണ് ഞാൻ എപ്പോഴും ഏട്ടനെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന്? ഏട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടി ഈ മനസ്സിൽ നിന്ന് ശ്യാമയെ എന്നേക്കുമായിട്ട് ഇറക്കി വിട്ട് എനിക്ക് സ്ഥാനം നേടാം. ഒരുപക്ഷെ സ്വാർത്ഥതയായിരിക്കാം. അല്ല, എൻ്റെ സ്വാർത്ഥത തന്നെയാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടിയപ്പോഴുള്ള സ്വാർത്ഥത, ഒരിക്കലും കൈവിട്ട് പോകരുതെന്നുള്ള ആഗ്രഹം, എന്നും എൻ്റേത് മാത്രമായിരിക്കണമെന്നുള്ള സ്വാർത്ഥത. എനിക്ക് തെളിയിക്കണമായിരുന്നു ശ്യാമയേക്കാളേറെ എനിക്ക് ഏട്ടനെ സ്നേഹിക്കാനാവുമെന്ന്. അതിനുവേണ്ടി ഞാൻ വിളിച്ചു, സ്നേഹിച്ചു, ഇന്ന് ഈ നിമിഷം വരെ. പക്ഷെ ഞാൻ ഒന്നുമല്ലാതായി പോയി ഏട്ടാ. തോറ്റുപോയി. ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി ഏട്ടാ. ഒരു ഭ്രാന്തിയെ പോലെ പറഞ്ഞുകൊണ്ടവൾ എൻ്റെ ദേഹത്തോട് ഊർന്ന് നിലത്തേക്കിരുന്നു. ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പതറി. ഞാൻ അറിയാതെ തന്നെ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ കവിൾത്തടങ്ങൾ നനയിച്ചു. മുട്ടുകുത്തി അവളുടെ മുമ്പിലായിരുന്നു എൻ്റെ ഇരുകൈകളാൽ അവളുടെ മുഖം കോരിയെടുത്തു. കണ്ണുകൾ ചോര നിറമാർന്നിരുന്നു. മുഖമെല്ലാം വീങ്ങി തുടുത്തിരുന്നു. ആ മുഖത്തേക്ക് നോക്കി എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ആ നിമിഷം എനിക്ക്. അല്ലെങ്കിൽ തന്നെ എന്തിനു വേണ്ടി ഞാൻ അവളോട് വെറുപ്പ് കാണിച്ചു? എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയ ഒരുത്തിക്ക് വേണ്ടി എന്നെ ജീവനോളം സ്നേഹിക്കുന്ന മീരെ ഞാൻ എന്തിനു വെറുക്കണം? ചെയ്തു പോയതോർത്ത് ഉള്ളം വിങ്ങി. നെറുകയിൽ അമർത്തിമുത്തി നെഞ്ചോട് ചേർക്കുമ്പോൾ മനസ്സിൽ 1000 തവണ ആ കാലിൽ വീണ് ഞാൻ അവളോട് മാപ്പ് പറഞ്ഞിരുന്നു. എന്നെ ഇറുകിയപ്പോഴൊന്ന് എന്നെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിച്ച് കരയുന്ന മീരെ ഒന്നുകൂടി അടക്കി പിടിക്കുകയല്ലാതെ ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് സാധിച്ചില്ല. ഇന്ന് നിറവയറുമായി എന്നോട് ചേർന്ന് കിടക്കുമ്പോഴും ആ മുഖം എന്നെ നെഞ്ചിൽ ഒളിപ്പിക്കാൻ അവളെ ഇറുകെ പുണരാൻ ഞാനും മറന്നില്ല. നമ്മൾ തേടിപ്പോകുന്നതിനേക്കാൾ ഇരട്ടി മധുരമായിരിക്കും നമ്മൾ തേടി വരുന്ന പ്രണയത്തിന്. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ഇത്?